പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രാണായാമം എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. നമുക്ക് പ്രാണായാമം എങ്ങനെ ചെയ്യാം, എപ്പോൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കിയാലോ. പ്രാണായാമം എന്നത് വെറും ശ്വാസ വ്യായാമം മാത്രമല്ല, അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ശക്തി നൽകുന്ന ഒരു മഹത്തായ യോഗ അഭ്യാസമാണ്. പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം എന്താണ്? എന്നാൽ പ്രാണായാമം എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതാണ്. ഇന്നത് വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി പ്രാണായാമം എപ്പോൾ ചെയ്യാമെന്നുള്ളതാണ്. പ്രാണായാമം ചെയ്യാൻ ഏറ്റവും നല്ല സമയം പുലർച്ചെയുള്ള സമയമാണ്. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സൂര്യോദയത്തിന് ശേഷമുള്ള സമയം, ശാന്തമായ സമയം. അതാണ് ഏറ്റവും ഉത്തമം. കാരണം ആ നേരത്ത് ലഭിക്കുന്ന വായു വളരെ ശുദ്ധമായിരിക്കും. ആ നേരത്ത് നമ്മുടെ ശരീരവും മനസ്സും വിശ്രമാവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രാണായാമം ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം ശരീരത്തിന് കൂടുതലായിരിക്കും ലഭിക്കുക. രാവിലെ സമയം കിട്ടുന്നില്ലെങ്കിൽ വൈകുന്നേരം ചെയ്യാം. പക്ഷേ ഒരു കാര്യത്തിൽ ശ്രദ്ധ വേണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടൻ പ്രാണായാമം ചെയ്യരുത്. കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും ഇടവേള വേണം. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം ഒരു ശാന്തമായ സ്ഥലത്ത് ഇരിക്കുക. വീടിൻ്റെ മുറ്റം, ടെറസ്, പാർക്ക് അല്ലെങ്കിൽ വായു ശുദ്ധമായി ലഭിക്കുന്ന ഏത് സ്ഥലമായാലും കുഴപ്പമില്ല. നിലത്തൊരു പായ അല്ലെങ്കിൽ ഒരു യോഗ മാറ്റ് വിരിക്കുക. ഇരിക്കുമ്പോൾ പത്മാസനം, അർദ്ധ പത്മാസനം അല്ലെങ്കിൽ സുഖാസനം പോലെ സുഖമായിരിക്കാവുന്ന ഏത് ആസനവും തിരഞ്ഞെടുക്കാം. പ്രധാന കാര്യം എന്നാൽ നിങ്ങളുടെ നട്ടെല്ല് നിവർന്ന് തന്നെ ഇരിക്കണം. ഇപ്പോൾ കണ്ണ് മൂടി ശരീരത്തെ അല്പം റിലാക്സ് ചെയ്യുക. ശേഷം ശ്വാസത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുക. പ്രാണായാമത്തിൻ്റെ അടിസ്ഥാന രീതി ലളിതമാണ്. ആദ്യം മൂക്കിലൂടെ പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. ശ്വാസം എടുക്കുമ്പോൾ വയർ അല്പം പുറത്തേക്ക് വരണം. അതിനുശേഷം ശ്വാസം പിടിച്ചു നിർത്തുക. പിന്നീട് അതേപടി മൂക്കിലൂടെ തന്നെ പതുക്കെ പുറത്തേക്ക് വിടുക. പുറത്ത് വിടുമ്പോൾ വയർ അകത്തേക്ക് വരണം. അതായത് വയറ്റിനുള്ളിലുള്ള എല്ലാ വായുവും പുറത്തേക്ക് പോകണമെന്നർത്ഥം. ഇതാണ് പ്രാണായാമത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ രീതിയിലൊന്ന്. ഇങ്ങനെ തുടർച്ചയായി 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ചെയ്യണം. ആ ദിവസം തന്നെ അധിക സമയം ചെയ്യേണ്ടതില്ല. 5 മിനിറ്റ് തുടങ്ങി പതുക്കെ സമയം കൂട്ടിയാൽ മതി. പ്രാണായാമത്തിൽ പലതരങ്ങളുണ്ട്. നാഡീശോധന, കപാലഭാതി, ഭ്രമരി തുടങ്ങിയവ. അതിൽ നാഡീശോധന പ്രാണായാമം എല്ലാവർക്കും ചെയ്യുവാൻ എളുപ്പമുള്ളതും ഏറ്റവും സുരക്ഷിതവുമാണ്. ഇതിൽ ഒരു മൂക്കിലെ ഒരു ദ്വാരത്തിലൂടെ ശ്വാസമെടുത്ത് മറ്റേ ദ്വാരത്തിലൂടെ പുറത്തുവിടുന്ന രീതിയാണ് ഇത്. ശരീരത്തിലെ നാഡികൾ ശുദ്ധമാക്കുവാനും മനസ്സിന് സമാധാനം നൽകുവാനും സഹായിക്കുന്നു. പ്രാണായാമം സ്ഥിരമായി ചെയ്യുന്നവർക്ക് ഒരു വലിയ മാറ്റം ജീവിതത്തിൽ കാണാൻ കഴിയും. ടെൻഷൻ കുറയും, മനസ്സിന് സമാധാനം ലഭിക്കും, ഉറക്കം മെച്ചപ്പെടും, ശരീരത്തിന് ഊർജം കൂടും. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ മനസ്സ് പലപ്പോഴും അലച്ചില്ലായിരിക്കും. പക്ഷേ ദിവസവും കുറച്ച് സമയം പ്രാണായാമം ചെയ്താൽ മനസ്സിൽ ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാകും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ പ്രാണായാമം ഒരു ദിവസം ചെയ്താൽ ഫലം കിട്ടുന്ന കാര്യമല്ല. അത് ദിവസവും ശീലമാക്കണം. ദിവസവും 10-15 മിനിറ്റ് പോലും ചെയ്താൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടുകൂടിയും ജീവിക്കണമെങ്കിൽ ദിവസവും കുറച്ച് സമയം മാറ്റിവെച്ച് പ്രാണായാമം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കൂ. ശ്വാസം ശരിയായി നിയന്ത്രിക്കാൻ പഠിച്ചാൽ ജീവിതവും വളരെ മനോഹരമായി നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.